إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال أيضا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما قال الله تعالى ولا تهنوا ولا تحزنوا وأنتم الأعلون إن كنتم مؤمنين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب الله سبحانه وتعالى തഖ്വ ചെയ്ത് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി ഞാൻ എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ പ്രാമുഖ്യം കൽപ്പിച്ച് മുൻഗണന നൽകി ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ, മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികളുടെയും മറ്റുള്ളവരുടെയും മാതാപിതാക്കളുടെയും ഖബറിടങ്ങൾ അവൻ വിശാലമാക്കുമാറാകട്ടെ. അവരുടെ ബർസഖിയായ ജീവിതത്തെ അവൻ അനുഗ്രഹീതപൂർണ്ണമാക്കുമാറാകട്ടെ. വിവിധ രോഗങ്ങൾ അനുഭവിക്കുന്ന, കടബാധ്യതകൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന, അത്തരത്തിൽ വിവിധ പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കൊക്കെയും അള്ളാഹു സൗഖ്യവും അവരുടെ പ്രശ്ന പരിഹാരവും പടച്ചവൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസി സമൂഹം എന്ന നിലക്ക് അങ്ങേയറ്റം വേദനാജനകമായ ചില ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സഹോദരങ്ങൾ അതികഠിനമായ യാതനകളാണ്, വേദനകളാണ്, പരീക്ഷണങ്ങളാണ് ഫിലസ്തീനിൽ, പ്രത്യേകിച്ച് ഗസയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും മാസങ്ങൾ കഴിയുമ്പോഴും ഇതിനേക്കാൾ ക്രൂരത അവരോട് ഇനി കാട്ടാൻ സയനിസ്റ്റ് ഭീകരർക്ക് സാധിക്കുകയില്ല എന്ന് നാം കരുതുമ്പോഴെല്ലാം അല്ല, അങ്ങനെയല്ല. അതിനേക്കാൾ ക്രൂരത കാട്ടാൻ ഞങ്ങൾക്കാവും എന്ന് അവർ തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ്.
നമ്മുടെ സങ്കല്പങ്ങൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര ഭീകരമായ അവസ്ഥയാണ് നമ്മുടെ സഹോദരങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നാം ഉറങ്ങുമ്പോഴും കിടക്കുമ്പോഴും ഉണരുമ്പോഴുമെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതുമെല്ലാം അവരുടെ ദയനീയമായ രോദനങ്ങളാണ്. അവരുടെ പിഞ്ചുമക്കളുടെ, നമ്മുടെ സഹോദരങ്ങളുടെ പിഞ്ചുമക്കളുടെ ചലനമറ്റ ശരീരങ്ങളാണ്. ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ മാത്രം ഔദ്യോഗിക കണക്കനുസരിച്ച് 17,000-ഓളം വരുന്ന പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെയാണ് ഗസ എന്ന ആ ഒരു ചെറു ദേശത്ത് അതിക്രൂരമായി വധിക്കപ്പെട്ടത്. 17,000-ത്തിലധികം കുട്ടികൾക്കാണ് ഉമ്മയെയോ വാപ്പയെയോ ഈ കഠിനമായ സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. 70,000-ഓളം ഔദ്യോഗിക കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ അതിനേക്കാൾ ഏറെയാണ് യാഥാർത്ഥ്യം. 70,000-ഓളം ആളുകൾ അതിക്രൂരമായി അവിടെ വധിക്കപ്പെട്ടു, കൊല ചെയ്യപ്പെട്ടു. നാം ഇത്തരമൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഉയർന്നു പോകുന്ന നിരവധി ചിന്തകളുണ്ട്, ആലോചനകളുണ്ട്. അതിൽ നമ്മെ ഏറ്റവും ബാധിക്കുന്ന ഒരു കാര്യമാണ് ബലഹീനത എന്നുള്ളത്. ഇത്തരം സാഹചര്യങ്ങൾ കാണുമ്പോഴും അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും കൃത്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കാത്ത ആ ഒരു നിസ്സഹായത അവസ്ഥ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നീട് വല്ലാത്തൊരു ബലഹീനത നമ്മുടെ മനസ്സിനെ ബാധിക്കാൻ ആരംഭിക്കും. നാം അശക്തരാണ്, നാം ഒന്നിനും കഴിവില്ലാത്തവരാണ്, നാം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന അർത്ഥത്തിലുള്ള ചിന്തകൾ, നിരാശാജനകമായ ചിന്തകൾ നമ്മുടെ മനസ്സിനെ കാർന്നു തിന്നാൻ ആരംഭിക്കും. ഈ ഒരു സാഹചര്യത്തിൽ വിശ്വാസികൾ എന്ന നിലക്ക് നാം കൈകൊള്ളേണ്ട, ഖുർആൻ നമ്മോട് കൈകൊള്ളണമെന്ന് നിഷ്കർഷിച്ചിട്ടുള്ള ചില നിലപാടുകൾ ഉണർത്താനാണ് ഈ ഖുത്ബയിലൂടെ ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത്, വിശ്വാസികൾ എന്ന നിലക്ക്, മുസ്ലിം ഉമ്മത്ത് എന്ന നിലക്ക് നമ്മുടെ വിജയ പരാജയങ്ങൾ അത് ഏതെങ്കിലും രാഷ്ട്രീയമായ ശക്തിയെയോ സൈനിക ബലത്തെയോ ആൾബലത്തെയോ സാമ്പത്തിക വ്യവസ്ഥയെയോ ആശ്രയിച്ചല്ല ഇരിക്കുന്നത് എന്നതാണ് അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിജയവും നമ്മുടെ ഇസ്സത്തും നമ്മുടെ ഔന്നിത്യവും വെച്ചിരിക്കുന്നത് ആ അർത്ഥത്തിൽ നാം മനസ്സിലാക്കിയിരിക്കുന്ന ഭൗതികമായ എന്തെങ്കിലും ശക്തി കേന്ദ്രങ്ങളിലല്ല, അതിനെ ആശ്രയിച്ചല്ല. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. സൂറ ആൽ ഇംറാനിലൂടെ അല്ലാഹു ഉണർത്തുന്നുണ്ട്. ഇത്തരം ബലഹീനത മുസ്ലിം ഉമ്മത്തിനെ ബാധിച്ച സമയത്ത് നാം അങ്ങേയറ്റം പരാജിതരാണ് എന്ന് വിശ്വാസ സമൂഹത്തിനും തോന്നിയ ഒരു സാഹചര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഒരു ആയത്താണത്. വലാ തഹിനു, നിങ്ങൾ ബലഹീനരായിട്ട് മാറരുത്, നിങ്ങൾ അശക്തരാണ് എന്ന് നിങ്ങൾ കരുതരുത്. വലാ തഹ്സനു, നിങ്ങൾ നിരാശ ബാധിച്ച് വേദനിക്കുന്ന ആളുകളായിട്ട് മാറരുത്. വഅൻതുമുൽ അഅലൗൻ, നിങ്ങൾ ഏറ്റവും ഉന്നതര് തന്നെയാണ്. നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നവരാണ്. ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ ഇപ്പോഴും വെള്ളം ചേർക്കാതെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വിശ്വാസത്തിൽ യാതൊരു വിധത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾക്കും തയ്യാറാകാതെ അടിയുറച്ച് തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാം. വഅൻതുമുൽ അഅലൗൻ, അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾ ഇപ്പോഴും ഉന്നതരാണ്, അല്ലാഹുവിന്റെ കണ്ണിൽ നിങ്ങൾ ഇപ്പോഴും വിജയികളാണ്. തൊട്ടുടനെ ആയത്തിൽ അല്ലാഹു പറയാണ്, ഇനി ഈ ലോകത്ത് നിങ്ങൾ ഏൽക്കുന്ന വേദനകളെ സംബന്ധിച്ചാണ് നിങ്ങൾ ഓർക്കുന്നതെങ്കിൽ, അത് ഓർത്തിട്ടാണ് നിങ്ങൾ സങ്കടപ്പെടുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അത് അല്ലാഹു അങ്ങനെ മാറി മറിച്ച് ഓരോരുത്തരെയും അനുഭവിപ്പിച്ചുകൊണ്ടേയിരിക്കും. ചിലയിടങ്ങളിൽ നിങ്ങളെ ശത്രുക്കൾ പരാജയപ്പെടും, ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ വിജയിക്കും, ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ വേദനിക്കും, നിങ്ങൾ പരാജയപ്പെടും. അത് അത് അല്ലാഹു ഈ ലോകത്ത് നിശ്ചയിച്ചിരിക്കുന്ന ഒരു നടപടിക്രമമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ നടപടിക്രമത്തിന് പിന്നിൽ അവർക്കൊരു ധർമ്മമുണ്ട്. അതിലൂടെ അല്ലാഹു ലക്ഷ്യമാക്കിയിരിക്കുന്നത് ആരാണ് നിങ്ങളിൽ യഥാർത്ഥ ഈമാനുള്ള വിശ്വാസികൾ എന്ന് തിരിച്ചറിയുക എന്നതാണ്.
വയത്തഖിദ മിൻകും ശുഹദാ, നിങ്ങളിൽ നിന്ന് രക്തസാക്ഷികളെയും സത്യസാക്ഷികളെയും സ്വീകരിക്കുക എന്നതാണ് അതിന് പിന്നിൽ അള്ളാഹു കണ്ടിരിക്കുന്ന ഒരു ലക്ഷ്യം. വലിയുമഹ്ഹിസല്ലാഹു അല്ലദീന ആമനൂ വയംഹഖൽ കാഫിരീൻ, അങ്ങനെ യഥാർത്ഥ വിശ്വാസികളെ കാഫിരീങ്ങളിൽ നിന്ന് ശുദ്ധീകരിച്ചെടുക്കാനാണ് അള്ളാഹു ഇത്തരം കഠിനമായ ദിനങ്ങൾ വിശ്വാസി സമൂഹത്തിന് സമ്മാനിക്കുന്നത്. അത് നിങ്ങളുടെ പ്രശ്നം കൊണ്ട് മാത്രമാണ് എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല എന്ന് പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ സമാധാനിപ്പിക്കുകയാണ്, സ്വാന്തനിപ്പിക്കുകയാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വലിയുമഹ്ഹിസല്ലാഹു അല്ലദീന ആമനൂ എന്നുള്ളതാണ്. കപടവിശ്വാസികളെ മുഅ്മിനീങ്ങളിൽ നിന്ന് വേർതിരിക്കാൻ, അവിശ്വാസികളെ വിശ്വാസികളിൽ നിന്ന് വേർതിരിക്കാൻ, ആത്മാർത്ഥതയുള്ളവരെ പുറംമൂടി മാത്രം കാണിച്ച് ജീവിക്കുന്നവരിൽ നിന്ന് വേർതിരിക്കാൻ, അങ്ങനെയുള്ളൊരു ഫിൽട്ടറിംഗ് പ്രോസസ്സാണ് ഇത്തരം കഠിനമായ ദിനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിരിക്കുന്നത്. അതല്ല നമ്മുടെ വിജയപരാജയ സങ്കല്പങ്ങൾ, വിജയപരാജയത്തെ നാം മനസ്സിലാക്കിയിരിക്കുന്നത് ഭൗതികമായ വിജയത്തിലൂടെയും പരാജയത്തിലൂടെയും മാത്രമാണ് വിജയപരാജയങ്ങളെ നാം മനസ്സിലാക്കിയിരിക്കുന്നതെങ്കിൽ വിശ്വാസി സമൂഹം ആ ഒരു ചിന്ത യഥാർത്ഥത്തിൽ തിരുത്തേണ്ടതായിട്ടുണ്ട്. ഭൗതികമായ സൈനിക നടപടിക്രമങ്ങളിലൂടെയും അത്തരം ശക്തി കേന്ദ്രങ്ങളായി മാറുന്നതിലൂടെയും മാത്രമേ നമുക്ക് ഈ ലോകത്ത് വിജയികളായി മാറാൻ സാധിക്കുകയുള്ളൂ എന്ന് നാം കരുതുകയാണെങ്കിൽ അവിടെയാണ് വിശ്വാസികളും അവിശ്വാസികൾക്കുമിടയിലുള്ള വിജയപരാജയ സങ്കല്പങ്ങൾ വേർതിരിയുന്നത്. അവിടെയാണ് വിശ്വാസികളും അവിശ്വാസികളും വിജയപരാജയങ്ങളെ മനസ്സിലാക്കുന്നത് വ്യത്യസ്തമാകുന്നത്. ഈ ലോകത്ത് ഏറ്റവും ശക്തരായി നിലകൊള്ളുക, സ്വാധീനമുള്ളവരാവുക, അതിശക്തമായ ഒരു രാഷ്ട്രീയ സ്വാധീനം നമുക്കുണ്ടാക്കാൻ സാധിക്കുക എങ്കിൽ മാത്രമേ നാം വിജയികളായി കണക്കാക്കപ്പെടുകയുള്ളൂ, എങ്കിൽ മാത്രമേ നാം പൂർണ്ണമായി വിശ്വാസിയാവുകയുള്ളൂ, മുഅ്മിനീങ്ങളാവുകയുള്ളൂ എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ പ്രവാചകന്മാരിൽ പല പ്രവാചകന്മാരെയും പരാജിതനാണ് എന്ന് നാം മുദ്ര കുത്തേണ്ടി വരും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നൂഹ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ഖൗമ് അദ്ദേഹത്തെ വിശ്വസിക്കാൻ കൂട്ടാക്കാതിരുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? وَلَقَدْ أَرْسَلْنَا نُوحًا إِلَى قَوْمِهِ إِنِّي لَكُمْ نَذِيرٌ مُبِينٌ أَلَّا تَعْبُدُوا إِلَّا اللَّهَ إِنِّي أَخَافُ عَلَيْكُمْ عَذَابَ يَوْمٍ أَلِيمٍ. നൂഹ് നബി അദ്ദേഹത്തിന്റെ സമൂഹത്തിലേക്ക് പോയിട്ട് പ്രബോധനം ചെയ്യുകയാണ്, നിങ്ങൾ അല്ലാഹുവിനെ അല്ലാതെ ഇബാദത്ത് ചെയ്യരുത്, നിങ്ങൾ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും കീഴ്പ്പെടരുത്. ആ ഒരു തൗഹീദിലേക്ക് അവരെ ക്ഷണിച്ച സമയത്ത് അതിനവർ അംഗീകരിക്കാൻ കൂട്ടാക്കാതിരുന്നത് ഫഖാലൽ മലഉൽ ലദീന കഫറു മിൻ ഖൗമിഹി മാ നറാക ഇല്ലാ ബശറൻ മിസ്ലനാ വമാ നറാക ഇത്തബഅക ഇല്ലൽ ലദീന ഹും അറാസിലുനാ. വളരെ താഴ്ന്ന ആളുകൾ മാത്രമാണല്ലോ താങ്കളെ പിൻപറ്റി നാം കാണുന്നത്, പിന്നെങ്ങനെയാണ് താങ്കളുടെ പക്കലാണ് വിജയം, സത്യം എന്ന് നാം മനസ്സിലാക്കുക എന്നതായിരുന്നു അവരുടെ ന്യായം. അഥവാ നൂഹ് നബിയുടെ അടുക്കൽ സത്യമായിരുന്നെങ്കിൽ, അദ്ദേഹം പറയുന്നത് സത്യമാണെങ്കിൽ അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരുപാട് സമ്പത്ത് കുമിഞ്ഞു കൂടണമായിരുന്നു, അദ്ദേഹത്തിന് അതിശക്തമായ സ്വാധീന ശക്തി ഉണ്ടാകണമായിരുന്നു, അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കുന്ന ആളുകൾ അങ്ങേറ്റം സ്വാധീന ശക്തിയുള്ള ആളുകളാകണമായിരുന്നു, പ്രമുഖരാകണമായിരുന്നു എന്നതാണ് അവരുടെ ആവശ്യം. അങ്ങനെയല്ല, പാവപ്പെട്ട കുറച്ച് ആർക്കും വേണ്ടാത്ത അവർ സങ്കല്പിച്ചിട്ടുള്ള പാവപ്പെട്ട ബലഹീനരായ അശക്തരായ സമൂഹത്തിൽ പ്രത്യേകിച്ച് സ്വാധീന ശക്തി ഇല്ലാത്ത ആളുകളാണോ താങ്കളെ പിൻപറ്റുന്നത്? അങ്ങനെയെങ്കിൽ താങ്കളുടെ അടുക്കൽ എന്ത് ഖൈറാണുള്ളത് എന്നതായിരുന്നു അവരുടെ ചോദ്യം. ആ സന്ദർഭത്തിൽ സൂറ ഹൂദിൽ കാണാം, നൂഹ് നബി അലൈഹിസ്സലാം അവരോട് പറയുന്ന മറുപടി വലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹ്. അങ്ങനെ ഒരു വാദം ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടില്ലല്ലോ. വലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹ്, അല്ലാഹുവിന്റെ ഖജനാവുകൾ ഞാൻ ഉടമപ്പെടുത്തുന്നുണ്ട് എന്നും അള്ളാഹുവിന്റെ ഖജനാവുകളിൽ നിന്ന് ഞാൻ നിങ്ങളെ സമ്പന്നരാക്കുമെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. വലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹ് വലാ അഅലമുൽ ഗൈബ്, അദൃശ്യമായ കാര്യങ്ങൾ ഞാൻ അറിയുന്നു എന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. വലാ അഖൂലു ലക്കും ഇന്നി മലക്, ഞാനൊരു മലക്കാണ് എന്നും നിങ്ങളോട് പറയുന്നില്ല. കാരണം സാധാരണക്കാരായ ആളുകൾ പ്രവാചകന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെയാണ്. അവരൊരു സൂപ്പർ പവർ ആയിരിക്കണം, അവർക്ക് അദൃശ്യ ജ്ഞാനം അവരിലൂടെ അറിയാൻ കഴിയണം, അവരിലൂടെ സമ്പന്നരാകാൻ സാധിക്കണം, അങ്ങനെ ഭൗതികമായി നമുക്ക് ഉന്നമനത്തിൽ എത്താൻ കഴിയണം എന്നതായിരുന്നു അവർ സങ്കല്പിച്ച വിജയം. എന്നാൽ നൂഹ് നബി അലൈഹിസ്സലാം അവരെ തിരുത്തുകയാണ്, ഇതല്ല വിജയം.
ഇതല്ല ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്ന വിജയം എന്ന് നൂഹ് നബി അലൈഹിസ്സലാം അവരെ തിരുത്തിയതായിട്ട് കാണാൻ കഴിയും. ഇനി നാം ഇബ്രാഹിം അലൈഹിസ്സലാമിലേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹം നമ്രൂദ് എന്ന ആ കിരാതനായ ആ രാജാവിന്റെ അടുക്കലേക്ക് പോയിട്ട് സംസാരിക്കുന്നത് ഒരു സൈനിക ശക്തിയുമായിട്ടല്ല. അദ്ദേഹത്തെ പിൻപറ്റുന്ന ആളുകൾ പോലും അന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിയുടെ കൂട്ടത്തിലില്ല. അദ്ദേഹം ഏകനായാണ്. അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം മാത്രം കൈമുതലാക്കിക്കൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാം നമ്രൂദിനെ ചോദ്യം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുക. ലൂത്ത് നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു പ്രവാചകനാണല്ലോ ലൂത്ത് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ ദൗത്യത്തിന്റെ അവസാന ഘട്ടങ്ങളെ സംബന്ധിച്ച ചില വിവരണങ്ങൾ വിവിധ സൂറകളിൽ നമുക്ക് കാണാൻ കഴിയും. സൂറ ഹിജ്റിൽ കാണാം, അദ്ദേഹത്തിന്റെ സമൂഹം ഏറ്റവും നികൃഷ്ടമായ ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമൂഹമായിരുന്നു. സ്വർഗരതി എന്ന ഏറ്റവും നികൃഷ്ടമായ, അന്നേ വരെ ഒരു സമൂഹവും ചെയ്യാൻ ധൈര്യപ്പെട്ടിട്ടില്ലാത്ത അത്ര വൃത്തികെട്ട ഒരു തിന്മ വളരെ പരസ്യമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു സമൂഹമായിരുന്നു ലൂത്ത് നബി അലൈഹിസ്സലാം. ആ സമൂഹത്തെ നശിപ്പിച്ചു കളയാൻ ലൂത്ത് നബിയുടെ ഭവനത്തിലേക്ക് ചില മാലാഖമാര് വരികയാണ്. പക്ഷേ ലൂത്ത് നബി അലൈഹിസ്സലാമക്ക് അത് ആദ്യം മനസ്സിലായില്ല. മനുഷ്യരൂപത്തിലാണ് അവർ വന്നിരിക്കുന്നത്. ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ഭവനത്തിലേക്ക് വളരെ സുന്ദരരായ കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട് എന്നറിഞ്ഞ ആ വളരെ മ്ലേച്ഛമായ സമൂഹം ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് ലൂത്ത് നബി അലൈഹിസ്സലാം പ്രകടിപ്പിക്കുന്ന അങ്ങേയറ്റത്തെ ദയനീയമായ അദ്ദേഹത്തിന്റെ ചില ചേഷ്ടകളിൽ അദ്ദേഹത്തിന്റെ ദയനീയമായ സംസാരം ഖുർആൻ വളരെ കൃത്യമായിട്ട് നമുക്ക് വിവരിച്ചു നൽകുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ഇന്ന ഹഉലാഇ ദൈഫി ഫലാ തഫ്ദഹൂൻ, ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ അപമാനിക്കരുത്, ഇത് എന്റെ അതിഥികളാണ്. വത്തഖുല്ലാഹ വലാ തുഖ്സൂൻ, നിങ്ങൾ ഒന്ന് അല്ലാഹുവിനെ തഖ്വ ചെയ്യുക, നിങ്ങൾ എന്നെ സങ്കടപ്പെടുത്തരുത്, വിഷമിപ്പിക്കരുത്. ആ സമയത്ത് അഹങ്കാരത്തോടുകൂടി ആ സമൂഹം മറുപടി പറയുന്നത്, ഖാലു അവലം നൻഹക അനിൽ ആലമീൻ, ലോകരുടെ കാര്യത്തിലും നാട്ടുകാരുടെ കാര്യത്തിലും താങ്കൾ ഇങ്ങനെ ഇടപെടേണ്ടതില്ല എന്ന് നാം വിലക്കിയിട്ടുള്ളതല്ലേ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരുപാട് വർഷക്കാലം ലൂത്ത് നബി അലൈഹിസ്സലാം അവിടെ പണിയെടുത്തിട്ട് സമൂഹത്തിൽ എന്ത് സ്വാധീനമാണ് ലൂത്ത് നബി അലൈഹിസ്സലാമക്ക് അവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞത്? നമ്മുടെ കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ ലൂത്ത് നബി അലൈഹിസ്സലാം പരാജിതനാണ്. ഒരു സ്വാധീനവും അദ്ദേഹത്തിന് ആ സമൂഹത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം നിസ്സഹായനായി പറഞ്ഞു പോകുന്നുണ്ട്, ഹഉലാഇ ബനാത്തി ഇൻ കുൻതും ഫായിലീൻ, നിങ്ങൾക്ക് അത്രക്ക് നിർബന്ധമാണെങ്കിൽ ഇതാ എന്റെ പെൺമക്കൾ എവിടെയുണ്ട്, അവരെ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാം. ഒരു വാപ്പയുടെ ആ ദയനീയ അവസ്ഥയെ സംബന്ധിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരു പ്രവാചകനാണ് ഇത് പറയുന്നത് എന്നും നാം ഓർക്കേണ്ടതുണ്ട്. കുറച്ചുകൂടി വിശദമായി സൂറ ഹൂദിൽ കാണാം, വജാഅഹു ഖൗമുഹു യുഹ്റഊന ഇലൈഹി വമിൻ ഖബ്ലു കാനൂ യഅമലൂന നിങ്ങൾക്ക് കൂടുതൽ പരിശുദ്ധരായിട്ടുള്ളത് എന്റെ ഈ പെൺമക്കളെയാണ്. ആരോടാണ് പറയുന്നത്? കാനു യഅമലൂന സയ്യിആത്ത്, ആ സമൂഹത്തിൽ ഏറ്റവും നികൃഷ്ടമായ തിന്മ ചെയ്തുകൊണ്ടിരുന്ന, അദ്ദേഹം ഏറ്റവും വെറുക്കുന്ന ആ സമൂഹത്തിന് അദ്ദേഹത്തിന്റെ സ്വന്തം പെൺമക്കളെ അദ്ദേഹം വിവാഹം ചെയ്തു കൊടുക്കാൻ തയ്യാറാവാണ്. അത്രമാത്രം ദയനീയാവസ്ഥ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്, ലഖദ് അലിംത, അവര് പറയുന്നുണ്ട്, ലഖദ് അലിംത മാലനാ ഫീ ബനാതിക മിൻ ഹഖ് വ ഇന്നക ലതഅലമു മാ നുരീദ്, ഞങ്ങൾക്ക് വേണ്ടത് എന്താണ് എന്ന് നിനക്കറിയാമല്ലോ, ഇതല്ല, നിങ്ങളുടെ പെൺമക്കൾ എനിക്ക് ആവശ്യമില്ല. അദ്ദേഹം പറഞ്ഞു പോകാണ്, അലൈസ മിൻകും റജുലുർ റഷീദ്, നിങ്ങളിൽ ഒരാൾ പോലും നല്ലയാളില്ലേ? ഈ ഒരു സാഹചര്യം മനസ്സിലാക്കുന്ന ഒരാൾ പോലും, കനിവുള്ള ഒരാൾ പോലും നിങ്ങളുടെ കൂട്ടത്തിലില്ലേ എന്ന് അദ്ദേഹം ചോദിക്കാണ്. കുറച്ചുകൂടി കടന്ന് അദ്ദേഹം അള്ളാഹുവിനോട് പറഞ്ഞു പോകാണ്, ലൗ അന്നലി ബിക്കും ഖുവ, അദ്ദേഹം ലൂത്ത് നബി അലൈഹിസ്സലാം ആ സമൂഹത്തോട് പറയാണ്, ലൗ അന്നലി ബിക്കും ഖുവ, നിങ്ങളെ തടയാൻ, നിങ്ങളെ നേരിടാനുള്ള ഒരു ശക്തി എനിക്കുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ്. ലൗ അന്നലി ബിക്കും ഖുവ ഔ ആവി ഇലാ റുക്നിൻ ശദീദ്, എനിക്ക് ആശ്രയിക്കാൻ ഒരു ശക്തി കേന്ദ്രമെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഒരാളെങ്കിലും, ഒരു കൂട്ടുകാരനെങ്കിലും, ശക്തനായ ഒരു കൂട്ടുകാരനെങ്കിലും എനിക്ക് ആശ്രയിക്കാൻ, എനിക്ക് സഹായം ചോദിക്കാൻ, എന്നെ സഹായിക്കാൻ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ലൂത്ത് നബി അലൈഹിസ്സലാം പറഞ്ഞു പോവാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഫമാ ബഅസല്ലാഹു ബഅദഹു മിൻ നബിയ്യിൻ ഇല്ലാ ഫീ സർവത്തിൻ മിൻ ഖൗമി, ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം അള്ളാഹു ഏത് പ്രവാചകനെ നിയോഗിച്ചപ്പോഴും ആ പ്രവാചകന് പിന്താങ്ങുന്ന, ആ പ്രവാചകന് എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും കൊടുക്കുന്ന കുറച്ച് അനുയായികളെ കൊടുത്തിട്ടല്ലാതെ ഒരു പ്രവാചകനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം നിയോഗിച്ചിട്ടില്ല എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. നാം മനസ്സിലാക്കേണ്ടത്,
ലൂത്ത് നബി അങ്ങനെയെങ്കിൽ എത്ര വലിയ പരാജിതനാണ്. യാതൊരു വിധത്തിലുള്ള സ്വാധീനവും അദ്ദേഹത്തിന് ജീവിതകാലം മുഴുവൻ പണിയെടുത്തിട്ടും അദ്ദേഹത്തിന് അവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. മൂസ അലൈഹിസ്സലാമയെ പോലും നോക്കുക. മൂസ അലൈഹിസ്സലാമയെ ബനൂ ഇസ്രായേലിനെ മൂസ അലൈഹിസ്സലാം ദീനിലേക്ക് ക്ഷണിച്ചപ്പോൾ അവർ മൂസ അലൈഹിസ്സലാമയിൽ നിന്ന് പ്രതീക്ഷിച്ചത് ഒരൊറ്റ ദിവസം കൊണ്ട് ഞങ്ങൾക്ക് മോചനം ലഭിക്കണം, ഫിറഔനിൽ നിന്ന് ഞങ്ങൾക്ക് വിമോചനം ലഭിക്കണം, ഞങ്ങൾക്ക് സമ്പത്ത് ലഭിക്കണം, ഞങ്ങൾക്കൊരു ഭൂമി ലഭിക്കണം. ഇതൊക്കെയായിരുന്നു അവരുടെ ആഗ്രഹം. പക്ഷേ അത് പെട്ടെന്ന് തന്നെ അതൊന്നും നടമാടുന്നില്ല, അതൊന്നും നടപ്പാക്കപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോഴേ മൂസ അലൈഹി ഇസ്ലാമിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട്, ഓ മൂസ, നീ ഇവിടെ വന്നതിന് ശേഷവും വരുന്നതിന് മുന്നും ഞങ്ങൾക്ക് ഒരുപോലെ തന്നെയാണ്, ഞങ്ങൾ ഇവിടെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആ സമയത്ത് മൂസ അലൈഹി ഇസ്ലാം അവരോട് പറയുന്ന മറുപടി, അസാ റബ്ബുക്കും അൻ യുഹ്ലിക അദുവക്കും വയസ്തഖ്ലിഫക്കും ഫിൽ അർദി ഫയൻദുറ കൈഫ തഅമലൂൻ. ഒരുപക്ഷേ അല്ലാഹു നിങ്ങൾക്ക് ഈ ഭൂമിയിൽ സർവാധിപത്യം നൽകിയേക്കാം, അല്ലാഹു ഈ ഭൂമിയിൽ നിങ്ങൾക്ക് സ്വാധീനം നൽകിയേക്കാം. പക്ഷേ മൂസ അലൈഹി ഇസ്ലാം ഒരു വാണിംഗ് കൂടി, ഒരു മുന്നറിയിപ്പ് കൂടി അവിടെ കൊടുക്കുകയാണ്. ഫയൻദുറ കൈഫ തഅമലൂൻ. വലിയൊരു ഉത്തരവാദിത്തം കൂടിയാണത്. നിങ്ങൾ അതിനെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്ന് നോക്കാനാണ് അള്ളാഹു നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ആധിപത്യം നൽകുന്നുണ്ടെങ്കിൽ തന്നെ അള്ളാഹു നിങ്ങൾക്ക് നൽകുക എന്ന ഒരു മുന്നറിയിപ്പ് കൂടി മൂസ അലൈഹി ഇസ്ലാം അവർക്ക് നൽകുകയാണ്. പക്ഷേ മൂസ അലൈഹി ഇസ്ലാമെ തങ്ങളുടെ ഭൗതികമായ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനുള്ള ഒരു ഉപാധിയായിട്ട് മാത്രമാണ് അവർ കണ്ടത്. ഖുർആനിൽ പല അവരുടെ വർത്തമാനങ്ങൾ കാണാം. മൂസ അലൈഹി ഇസ്ലാമിനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വെള്ളം വേണം, ഉദ്ഉ ലനാ റബ്ബക യുഖ്രിജ് ലനാ മിമ്മാ തുംബിത്തുൽ അർദ്, ഞങ്ങൾക്ക് പച്ചക്കറി വേണം. മൂസ, നീ നിന്റെ റബ്ബിനോട് പ്രാർത്ഥിക്ക്, ഞങ്ങൾക്ക് ഇവിടെ വെള്ളം അരുവി വേണം. മൂസ, നീ നിന്റെ റബ്ബിനോട് പ്രാർത്ഥിക്ക്, ഞങ്ങൾക്ക് ഇവിടെ പച്ചക്കറികൾ മുളപ്പിച്ചു തരും എന്ന് പറഞ്ഞാൽ, പ്രവാചകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അർത്ഥത്തിൽ നമ്മുടെ ഭൗതികമായ കാര്യങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ഒരാൾ മാത്രമാണ് എന്നതായിരുന്നു ബനൂ ഇസ്രായേലിയർ സങ്കല്പിച്ചിരുന്നത്. അവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത ഭൂമിയിലേക്ക് പോലും അവർ പോകാൻ തയ്യാറാകുന്നില്ല. ഞങ്ങളുടെ തടി കേടാക്കിക്കൊണ്ട് ഒരു പ്രവർത്തനവും ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾക്ക് ആ ഭൂമി വെറുതെ കിട്ടണം, ആ ഭൂമിക്ക് വേണ്ടി യാതൊരുവിധ പണിയും എടുക്കാതെ മൂസ, നീ ഞങ്ങൾക്ക് ആ ഭൂമി സ്വന്തമാക്കി തരണം എന്നതായിരുന്നു അവർക്ക് അള്ളാഹു വാഗ്ദാനം നൽകിയ ആ ഭൂമിയുടെ കാര്യത്തിൽ പോലും അവർ നിലപാടെടുത്തതെന്ന് കാണാൻ കഴിയും. മൂസ അലൈഹി ഇസ്ലാം അവരോട് പറയുന്നുണ്ടല്ലോ, അത് ജാലക്കും മുലൂക വആതാകും മാ ലം യുഅതി അഹദൻ മിനൽ ആലമീൻ, നിങ്ങളെ അല്ലാഹു മുലൂക്കുകളാക്കിയിരിക്കുകയാണ്. മുഫസ്സിരീങ്ങൾ ആ ആയത്ത് വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട്, അവർക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു എന്നതായിരുന്നു അതിന്റെ ഉദ്ദേശം. ഫിറഔനിൽ നിന്ന് അള്ളാഹു നിങ്ങളെ മോചിപ്പിച്ചു, അള്ളാഹു നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യവും നൽകി. ഇന്ന് നിങ്ങൾക്ക് രാജാക്കന്മാരെ പോലെ സ്വയം കാര്യങ്ങൾ തീരുമാനിക്കുകയും എല്ലാം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ദേശത്തേക്ക് പ്രവേശിക്കുക. ഉദ്ഖുലുൽ അർദൽ മുഖദ്ദസത്തല്ലതി കതബല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ആ ഭൂമിയിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾ തയ്യാറാവുക. അവർ പറയുന്ന മറുപടി എന്താണ്? ഇന്ന ഫീഹാ ഖൗമൻ ജബ്ബാരീൻ വ ഇന്നാ ലൻ നദ്ഖുലഹാ ഹത്താ യഖ്റുജു മിൻഹാ ഫഇൻ യഖ്റുജു മിൻഹാ ഫഇന്നാ ദാഖിലൂൻ. അവർ സ്വയം അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണെങ്കിൽ, ആ ശത്രുക്കൾ ആ രാജ്യത്ത് നിന്ന് ഇറങ്ങിപ്പോവുകയാണെങ്കിൽ ഞങ്ങൾ അവിടേക്ക് കയറി പ്രവേശിക്കാം. അതല്ലാതെ ഞങ്ങൾ പണിയെടുത്തുകൊണ്ട്, ഞങ്ങൾ റിസ്ക് എടുത്തുകൊണ്ടുള്ള ഒരു പരിപാടിക്കും ഞങ്ങൾ ഇവിടെ തയ്യാറല്ല എന്നതായിരുന്നു അവരുടെ മറുപടി. ഇതൊക്കെയും ഇന്നത്തെ കാലിക പ്രസക്തമായ ഓരോ പ്രശ്നങ്ങളുമായിട്ട് നമ്മൾ ചേർത്ത് വെച്ച് നോക്കേണ്ടതുണ്ട്. 19 രാജ്യങ്ങൾ ഒരുമിച്ചിരുന്നല്ലോ, 19 രാജ്യങ്ങൾ ഒരുമിച്ചിരുന്ന് പേപ്പർ വായിച്ചിട്ട് പിരിഞ്ഞുപോയി. അവരാ വായിച്ചതിലൊന്നും ഞങ്ങളുടെ തടി കേടാക്കുന്ന ഒരു പരിപാടിക്കും ഞങ്ങളില്ല എന്നൊരു പ്രഖ്യാപനമായിരുന്നു അത്. ഒരു പടി കൂടി കടന്ന് അവരോട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ ബനൂ ഇസ്രായേലിയരായ ആളുകൾ മൂസ അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞ മറുപടി ആയിരിക്കും അവർ പറയുക. മൂസ അലൈഹി ഇസ്ലാം അവരെ നിർബന്ധിച്ചു, നിങ്ങൾ ഒന്ന് ആ വാതിലിലേക്ക് പ്രവേശിച്ചാൽ മാത്രം മതി, ആ രാജ്യത്തിന്റെ കവാടത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് ആ ഭൂമി സ്വന്തമാക്കി തരും. ആ സമയത്ത് അവരും സഹികെട്ടുകൊണ്ട് പറയാണ്, ഇന്നാ ലൻ നദ്ഖുലഹാ അബദൻ മാ ദാമു ഫീഹാ ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹുനാ ഖായിദൂൻ. അത്രക്ക് നിർബന്ധമാണെങ്കിൽ നീയും നിന്റെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്തോളി, ഞങ്ങൾ ഇവിടെ ഇരിക്കാം എന്നതായിരുന്നു ആ സമൂഹം മൂസ അലൈഹി ഇസ്ലാമക്ക് കൊടുത്ത മറുപടി. ഇതേ നിലപാട് തന്നെയാണ് യഥാർത്ഥത്തിൽ നാമും ഇന്ന് പല കാര്യങ്ങളിലും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ അലട്ടുന്ന ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു നിലപാട് ദീനിന് വേണ്ടി എടുക്കാൻ നമ്മൾ തയ്യാറല്ല. നമ്മുടെ സുരക്ഷിതത്വത്തെ ഏതെങ്കിലും അർത്ഥത്തിൽ ബാധിക്കുമെന്നാണെങ്കിൽ അവിടെ നിലപാടെടുക്കാൻ ഞങ്ങളില്ല. അതൊന്നുമില്ലാതെ ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ നടക്കുമെന്നാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾ ഓക്കെയാണ് എന്നതാണ് നാമും പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം നമുക്കറിയാം, മൂസ അലൈഹി ഇസ്ലാം
മരണപ്പെടുമ്പോൾ അവർ ആ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മൂസ അലൈഹിസ്സലാമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവർക്കൊരു രാഷ്ട്രം സമ്മാനിക്കുന്നില്ല, അവരെ ഒരു സൈനിക ശക്തിയെ വളർത്തുന്നില്ല, അവരെ ഒരു ശക്തരായ സമൂഹമാക്കി മൂസ അലൈഹിസ്സലാമിന്റെ ജീവിതകാലത്ത് മൂസ അലൈഹിസ്സലാമക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ മൂസ അലൈഹിസ്സലാം പരാജിതനാണ് എന്ന് നമ്മൾ പറയോ? ഇല്ല. മൂസ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ദൗത്യം പൂർത്തിയാക്കിയിട്ടാണ് പോയത്. ആ ഉത്തരവാദിത്തം മൂസ അലൈഹിസ്സലാം നിർവഹിച്ചിട്ടുണ്ട്. പിന്നീട് യൂഷ ബിൻ നൂനിന്റെ കാലഘട്ടത്തിലാണ് ഈ ആളുകൾ ആ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത്. ആ ഭൂമിയിലേക്ക് പ്രവേശിച്ചതിന് ശേഷം 12 പ്രദേശങ്ങളിലായി അവർ വിഭജിക്കുകയും 12 ഗോത്രങ്ങളായി വിഭജിക്കുകയും അങ്ങനെ 12 പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ ഭരണം ആരംഭിക്കുകയും ചെയ്തു. ഇത് പുറമെ നിന്ന് മനസ്സിലാക്കിയ അസീറിയൻ ഭരണകർത്താക്കൾ ഇവരിങ്ങനെ വിഘടിച്ചുകൊണ്ടാണ് അവിടെ ജീവിക്കുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ ബനു ഇസ്രായേലുകളാണ് എല്ലാവരും, പക്ഷേ അതിനകത്ത് അവർ ഓരോ രാജ്യങ്ങളായി തിരിഞ്ഞിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ ആ ബലഹീനത മനസ്സിലാക്കിയ അസീറിയൻ രാജവംശം അവരെ പൂർണ്ണമായിട്ട് അടിച്ചു തകർക്കുകയാണ്. അവരുടെ ആ വാഗ്ദത്ത ഭൂമി അവരിൽ നിന്ന് തിരിച്ചെടുക്കുകയാണ് അസീറിയൻ രാജവംശം ചെയ്തത്. നമുക്കിന്നും അതിലും വലിയ പാഠങ്ങളുണ്ട്. വിഭജിക്കപ്പെടുമ്പോൾ, നമ്മൾ വ്യത്യസ്ത സമൂഹങ്ങളായിട്ട് മാറുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സമ്പത്ത് വിഭജിക്കപ്പെടുന്നു, നമ്മുടെ സൈനിക ബലം വിഭജിക്കപ്പെടുന്നുണ്ട്, നമ്മുടെ കായിക ബലം വിഭജിക്കപ്പെടുന്നുണ്ട്. ഈ അർത്ഥത്തിൽ എല്ലാം വിഭജിക്കപ്പെടുകയാണ്, എല്ലാം നമുക്ക് എതിരായിട്ട് മാറുകയാണ്. അത് തന്നെയാണ് ബനു ഇസ്രായേലിയർ അവിടെ തകർന്നു പോകാനുള്ള സാഹചര്യം ഒരുക്കിയത്. പിന്നീട് വന്ന ഒരു നബിയോട് അവര് ചോദിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ അതും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സൂറ ബഖറയിലൂടെ അള്ളാഹു ആ നബീന്റെ പേര് നമുക്ക് പറഞ്ഞു തരുന്നില്ല. വഖാല ലഹും നബിയുഹും, ഞങ്ങൾ ഇനി യുദ്ധം ചെയ്യാൻ തയ്യാറാണ്, ഞങ്ങൾ ഇനി പഴയ പോലെയല്ല, ഞങ്ങൾക്കൊരു സൈനിക നേതാവിനെ, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം, ഞങ്ങൾക്ക് ഒരു യോദ്ധാവിനെ വേണം, ഞങ്ങൾ നയിക്കാൻ ഒരു നേതാവിനെ ഞങ്ങൾക്ക് വേണം എന്ന് ആ പ്രവാചകനോട് അവർ ആവശ്യപ്പെടുകയാണ്. ആ സമയത്ത് മുമ്പ് മൂസ അലൈഹിസ്സലാം അവർക്ക് നൽകിയ അതേ മുന്നറിയിപ്പ് ഈ പ്രവാചകനും അവർക്ക് നൽകുന്നുണ്ട്. ഖാല ഹൽ അസൈതും ഇൻ കുതിബ അലൈക്കുമുൽ ഖിതാലു അല്ലാ തുഖാതിലു, അഥവാ ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു രാജാവിനെ അള്ളാഹു നൽകി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ആ രാജാവിനെ അനുസരിക്കാതിരിക്കുമോ? നിങ്ങൾ നിങ്ങളുടെ കടമകൾ പൂർത്തീകരിക്കാതിരിക്കുമോ? നിങ്ങൾ യുദ്ധത്തിനിറങ്ങാതിരിക്കുമോ? ആ സമയത്ത് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് എന്ത് ന്യായമാണ് യുദ്ധത്തിനിറങ്ങാതിരിക്കാനുള്ളത്? ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയല്ലേ, ഞങ്ങൾ തീർച്ചയായും ഇതിനിറങ്ങും. അങ്ങനെ ത്വാലൂത്തിനെ അവർക്ക് അള്ളാഹു രാജാവായി നിശ്ചയിക്കുകയാണ്. ഇന്നല്ലാഹ ഖദ് ബഅസ ലക്കും ത്വാലൂത മലിക. ആ സമയത്ത് അവരുടെ പഴയ ചിന്ത വീണ്ടും പുറത്തേക്ക് വരികയാണ്. അവർ പറയാണ്, അന്നാ യകൂനു ലഹുൽ മുൽക്കു അലൈനാ വനഹ്നു അഹഖു ബിൽ മുൽക്കി വലം യുഅത സഅതൻ മിനൽ മാൽ. എങ്ങനെയാണ് താലൂത്തിന് ഞങ്ങളെ ഭരിക്കുന്ന രാജാവാകാൻ കഴിയുക? താലൂത്ത് ഉന്നത കുലത്തിൽപ്പെട്ട ആളല്ല, താലൂത്തിന് ഒരുപാട് സാമ്പത്തിക ശേഷിയുമില്ല, പിന്നെങ്ങനെയാണ് താലൂത്തിന് നമ്മെ ഭരിക്കാനാവുക? അപ്പൊ വീണ്ടും അവർ ആ പഴയ ചിന്തയിലേക്ക് പോവാണ്. വിജയം എന്നുള്ളത് ഭൗതികമായ അളവുകോലിൽ മാത്രം അവർ അളക്കുകയാണ്. ഭൗതികമായി സാമ്പത്തിക ശേഷിയുള്ളവരാകുമ്പോൾ മാത്രമാണ്, സൈനിക സന്നാഹങ്ങളുള്ള ആളുകളാകുമ്പോൾ മാത്രമാണ്, ഉന്നത കുടുംബത്തിൽപ്പെട്ട ആളുകളാകുമ്പോൾ മാത്രമാണ്, അങ്ങേയറ്റം സ്വാധീന ശക്തിയുള്ള ആളുകളാകുമ്പോൾ മാത്രമേ നമുക്കിവിടെ വിജയികളാകാൻ സാധിക്കുകയുള്ളൂ എന്ന മൂസ അലൈഹിസ്സലാം അവർക്ക് തിരുത്തിക്കൊടുത്ത അതേ ചിന്താഗതിയിലേക്ക് അവർ വീണ്ടും പോവുകയാണ്. പക്ഷേ അവിടെ കൂട്ടത്തിൽ അടിയുറച്ചു നിന്ന ചില വിശ്വാസികൾ കാരണം ത്വാലൂത്ത് എന്ന ആ മലിക്കിലൂടെ, ആ രാജാവിലൂടെ ജാലൂത്തിനെ കീഴടക്കി കൊടുക്കുകയാണ് അള്ളാഹു ജാലൂത്തിനെ അവർക്ക് കീഴടക്കി കൊടുത്തു. പിന്നീട് അവരുടെ സുവർണ കാലഘട്ടമായിരുന്നു ദാവൂദ് അലൈഹിസ്ലാമിയുടെയും സുലൈമാൻ നബി അലൈഹിസ്ലാമിയുടെയും എല്ലാം വളരെ സുന്ദരമായ കാലഘട്ടം അവരിലൂടെ കടന്നുപോയി. പക്ഷേ അവരുടെ മൂല്യം, ഇസ്ലാമിക മൂല്യങ്ങളിൽ നിന്ന് അവർ ഒരുപാട് വ്യതിചലിച്ചു പോയി. സുലൈമാൻ നബി അലൈഹിസ്ലാമിയുടെ കാലഘട്ടത്തിന് ശേഷം അവർ 2 രാഷ്ട്രങ്ങളായി തിരിഞ്ഞു. ഫലസ്തീനെ 2 രാഷ്ട്രമാക്കി അവർ വിഭജിച്ചു. ഒന്ന് യഹൂദയും മറ്റൊന്ന് ഇസ്രായേലും. ജെറുസലേം തലസ്ഥാനമായുള്ള യഹൂദയും സമാരിയ തലസ്ഥാനമായിട്ടുള്ള ഇസ്രായേലും. ഈ 2 ദേശമായി അവർ വിഭജിക്കപ്പെട്ടതിന് ശേഷം ബനു ഇസ്രായേൽ എന്ന ആ ഐഡന്റിറ്റി അവർ മറന്നുപോകാൻ തുടങ്ങി. പിന്നീട് അവരുടെ ഐഡന്റിറ്റി എന്നുള്ളത് ഒന്നുകിൽ യഹൂദ അതല്ലെങ്കിൽ ഇസ്രായേലി. ഞാൻ യഹൂദയിലുള്ള ആളാണ്, ഞാൻ ഇസ്രായേലിലുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ ദേശീയത അവരെ കാർന്നു തിന്നാൻ തുടങ്ങി. അവർക്ക് ദീനിനേക്കാൾ പ്രധാനം അവരുടെ ദേശമായിട്ട് മാറി, അവരുടെ രാഷ്ട്രമായിട്ട് മാറി. ഞാൻ യഹൂദക്കാരനാണ്, ഇവൻ ഇസ്രായേലിയാണ് എന്ന അർത്ഥത്തിൽ പല വിധത്തിലുള്ള വേർതിരിവും ചേരിത്തിരിവും അവരിൽ ഉടലെടുത്തു. ഇതൊക്കെയും ഇന്നും നാം നമ്മുടെ മുസ്ലിമീങ്ങളുടെ അവസ്ഥയിലേക്ക് ചേർത്ത് വായിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്.
ഞാൻ മുസ്ലിമാണ് എന്നതിനേക്കാൾ ഇന്നത്തെ മുസ്ലിം സമൂഹം ഞാൻ ഇന്ന രാജ്യക്കാരനാണ് എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ഖലീജിയാണ്, ഞാൻ ഇമാറാത്തിയാണ്, ഞാൻ സൗദിയാണ്, ഞാൻ കുവൈറ്റിയാണ്. ഇങ്ങനെ വിവിധ ദേശങ്ങളായി വിഭജിക്കപ്പെടുമ്പോൾ അതിനകത്തുള്ള പലതും വിഭജിക്കപ്പെടാണ്. അവരുടെ ശക്തി വിഭജിക്കപ്പെടുകയാണ്, അവരുടെ സൈനിക സന്നാഹങ്ങൾ വിഭജിക്കപ്പെടുകയാണ്. അവർ യഥാർത്ഥ ദുർബലരായിട്ട് മാറണം. ബനു ഇസ്രായേലിൽ സംഭവിച്ചത് അത് തന്നെയാണ്. അതിനുശേഷമാണ് അന്നത്തെ ഇറാഖുകളായ ബാബിലോണിയക്കാർ അതികഠിനമായ ആക്രമണം, സൂറ ഇസ്രായേൽ പറഞ്ഞ ആ ആക്രമണം അവർക്കെതിരിൽ അഴിച്ചുവിടുന്നതും ജെറുസലേം പരിപൂർണമായി തകർക്കപ്പെടുന്നത്, സുലൈമാൻ നബി അലൈഹിസ്സലാമയുടെ ആരാധനാലയം തകർക്കപ്പെടുന്നത്, ഒരുപാട് വർഷക്കാലം അവർ വീണ്ടും അടിമകളായിട്ട് മാറുന്നത്, ബാബിലോണിയയിലേക്ക് നിരവധി 10,000-കണക്കിന് ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചു എന്ന് മാത്രമല്ല 50 വർഷക്കാലം പിന്നീട് ബാബിലോണിയയിൽ അവർക്ക് അടിമ ജീവിതം നയിക്കേണ്ടി വരികയാണ്. 50 വർഷക്കാലത്തിന് ശേഷമാണ് വീണ്ടും ജെറുസലേമിലേക്ക് തിരിച്ചു വരാൻ അവർക്ക് സാധിച്ചത്. അന്ന് ഉസൈർ എന്ന് പറയുന്ന വലിയൊരു പ്രബോധകൻ ബാബിലോണിയയിൽ വെച്ച് അവർക്കിടയിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുകയും അങ്ങനെ വീണ്ടും അവരുടെ വിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു എന്നതാണ് ചരിത്രം. ഇങ്ങനെ നമ്മൾ ചരിത്രത്തിലൂടെ പോവുകയാണെങ്കിൽ പലകുറി അവരുടെ അബദ്ധം കാരണം അവർ വീണ്ടും പരാജിതരാകുന്നുണ്ട്. അവർക്ക് റോമക്കാരുടെ അതികഠിനമായ ആക്രമണത്തിലൂടെ അവർ തകർന്നു പോകുന്നുണ്ട്. ഈസാ അലൈഹിസ്സലാം ഭൂജാതനാകുന്നതിന് കുറച്ചു കാലം മുന്നേ വരെയും അവർ ഒരു പ്രവാചകനെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടായിരുന്നു ബനു ഇസ്രായേലിയർ. പക്ഷേ അവർ പ്രതീക്ഷിച്ചിരുന്നത് റോമക്കാരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാനുള്ള ഒരു വീരനായകനെയായിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്നത്. ലഭിച്ചത് അതല്ല. ഈസാ അലൈഹിസ്സലാം അവരെ ആ അർത്ഥത്തിലുള്ള ഒരു സേനാ നായകനായിട്ടല്ല അവിടെ വന്നത്. ഈസാ അലൈഹിസ്സലാം അവർക്ക് സംഭവിച്ച മൂല്യച്യുതികളിൽ നിന്ന് അവരെ യഥാർത്ഥ തൗറാത്തിന്റെ ഇഞ്ചീലിലൂടെ യഥാർത്ഥ തൗറാത്തിന്റെ മൂല്യങ്ങളിലേക്ക് കൊണ്ടുവരാനായിരുന്നു ഈസാ അലൈഹിസ്സലാം ശ്രമിച്ചത്. അത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ ആഗ്രഹിച്ചത് ഇങ്ങനെ ഒരു നേതാവിനെ അല്ല, ഞങ്ങൾ ആഗ്രഹിച്ചത് റോമക്കാർക്കെതിരിൽ ഞങ്ങൾക്ക് വിജയം നൽകുന്ന ഒരു വീരശൂര പരാക്രമിയായ ഒരു നേതാവിനെയാണ്, ഒരു രാജാവിനെയാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് എന്നതായിരുന്നു അതിനുള്ള പ്രശ്നം. അത് കാരണം വീണ്ടും അവർക്ക് ആ ജെറുസലേം നഷ്ടപ്പെടുന്ന ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇത് പറഞ്ഞു വന്നത് നമ്മളും ഇന്നൊരു വീരനായകനെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ബനു ഇസ്രായേലിയർ പ്രതീക്ഷിച്ചതുപോലുള്ള വീരനായകനെയാണോ നാമും പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ ആലോചിക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ദീനിനേക്കാൾ, അവരുടെ വിശ്വാസത്തെക്കാൾ അവർ പ്രാധാന്യത കൽപ്പിച്ചിരുന്നത് ഈ അർത്ഥത്തിലുള്ള ഭൗതിക ശക്തി കേന്ദ്രങ്ങൾക്കായിരുന്നു അവർ പ്രാധാന്യത കൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് അതിശക്തമായ ഒരു സൈനിക സന്നാഹമുള്ള ആളുകളായിട്ട് മാറണം, ലോകത്ത് സ്വാധീനമുള്ള ആളുകളായിട്ട് മാറണം. പക്ഷേ അതൊക്കെയും അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിനുള്ള കണ്ടീഷൻ എന്താണ്? നിങ്ങൾ ഈമാനിന് പരിപൂർണതയുള്ള ഈമാനുള്ള ആളുകളായിരിക്കണം. നിങ്ങൾ നന്മകൾ ചെയ്യുന്ന ആളുകളായിരിക്കണം എന്നതാണ്. ഖന്തഖ് യുദ്ധത്തിൽ നമുക്കറിയാം. ഖന്തഖ് യുദ്ധത്തെ പറ്റി വിശുദ്ധ ഖുർആൻ വിവരിക്കുമ്പോൾ അതികഠിനമായ സാഹചര്യം കഠിനമായി മാറുന്നതനുസരിച്ച് യഥാർത്ഥ വിശ്വാസികളുടെ ഈമാൻ ശക്തിപ്പെട്ടുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. കാരണം അവർ തിരിച്ചറിഞ്ഞിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനത്തിലൂടെ അവർ തിരിച്ചറിഞ്ഞിരുന്നു യഥാർത്ഥ ശക്തി എന്നുള്ളത് ഈ ഈമാനാണ്, ഈ വിശ്വാസമാണ്. ഇതിന്റെ കടക്കൽ കത്തിവെച്ചു കഴിഞ്ഞാൽ, തൗഹീദിന്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് നമ്മൾ ഏത് വിജയത്തിന് വേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാലും ഒരിക്കലും അത് നമുക്ക് ലഭിക്കുകയില്ല എന്ന് വളരെ കൃത്യമായിട്ട് അവർ മനസ്സിലാക്കിയിരുന്നു. ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയിരിക്കുന്ന വാഗ്ദാനമാണ് ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. ഈ റസൂലിനെ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നത്, ഈ ദൗത്യവുമായി നിയോഗിച്ചിരിക്കുന്നത് സകല പ്രത്യയശാസ്ത്രങ്ങൾക്കെതിരിലും വിജയം നേടാനാണ്. അത് അള്ളാഹു പൂർത്തീകരിക്കുക ചെയ്യും. വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. ആ പ്രകാശത്തെ, ആ നൂറിനെ ഊതിക്കെടുത്താൻ ഒരാൾക്കും സാധിക്കുകയില്ല. അത് അള്ളാഹു പൂർത്തീകരിക്കും. വയരീദുല്ലാഹു അൻ യുഹിഖൽ ഹഖ്ഖ ബികലിമാതിഹി വയഖ്തഅ ദാബിറൽ കാഫിരീൻ. അള്ളാഹു തന്റെ കൽപ്പനകൾ മുഖേന സത്യത്തെ സ്ഥാപിക്കാനും സത്യനിഷേധികളുടെ ശത്രുക്കളുടെ മുരട് മുറിച്ചു കളയാനുമാണ് ഉദ്ദേശിക്കുന്നത്. ലിയുഹിഖൽ ഹഖ്ഖ വയുബ്തിലൽ ബാതിൽ. അങ്ങനെ ഹഖ്ഖിനെ സ്ഥാപിക്കാനും ബാത്തിലിനെ തകർത്തെറിയാനും. വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖ. തീർച്ചയായും ബാത്തിൽ എന്നുള്ളത് അത് തകരാനുള്ളതാണ്. പക്ഷേ അതിനെ, ആ ബാത്തിലിന്റെ പക്ഷത്ത് നാം ചേരാതിരിക്കണമെന്നെങ്കിൽ അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംൻ. യഥാർത്ഥ സെക്യൂരിറ്റി ലഭിക്കുന്ന ആളുകൾ, യഥാർത്ഥ വിജയം ലഭിക്കുന്ന ആളുകൾ, യഥാർത്ഥ രക്ഷ ലഭിക്കുന്ന ആളുകൾ അല്ലദീന ആമനു, യഥാർത്ഥ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകളാണ്. വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ. അതിൽ ഒരു
ഒരർത്ഥത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾക്കും തയ്യാറാകാത്ത ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ അതിശക്തമായ വിശ്വാസവുമായി മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥ വിജയ പരാജയ സങ്കല്പങ്ങളെ സംബന്ധിച്ച് ബോധവാന്മാരാകാനും ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബലഹീനരാകുന്നതിൽ നിന്ന്, നിരാശരായി മാറുന്നതിൽ നിന്ന് അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. നമ്മുടെ പോരായ്മകളെ തിരിച്ചറിഞ്ഞ് അത് തിരുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ മുന്നേറാൻ തവക്കുലുള്ള ആളുകളായിട്ട് മുന്നേറാൻ പടച്ചവൻ നമ്മെ തുണക്കുമാറാകട്ടെ.